സ്ക്രീനിലെ മറ്റെഴുത്തുകളെല്ലാം മാറ്റിക്കൊണ്ട് ആ കപ്പലിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് അതിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂക്കളൊക്കെ എറിഞ്ഞുകൊണ്ടാണ് കരയിൽ ആളുകൾ സ്വീകരിച്ച് വരവേറ്റ് കൊണ്ടുവരുന്നത്. ഇത് കാണണം. ഇതുപോലൊരു കാഴ്ച നമ്മൾ എത്ര നാളായി കൊതിച്ചു നിൽക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രം മാറുന്ന കാഴ്ച. വിഴിഞ്ഞത്തിന് മുൻപും ശേഷവും എന്ന് നമ്മൾ ഇനി എഴുതപ്പെടും. ഇതാ വിഴിഞ്ഞത്തിന്റെ മുറ്റത്തേക്ക്, വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ മെല്ലെ മെല്ലെ കടന്നു വരുന്ന കാഴ്ച. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനി മെർസ്കിന്റെ പടുകൂറ്റൻ കപ്പൽ, 300 മീറ്ററിലധികം നീളം, 50 മീറ്ററിലധികം വീതി. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം ഭയങ്കരനായിരിക്കും ആ കപ്പലെന്ന്. അതാണ് അതിന്റെ പൂർണ്ണതയിൽ ദൃശ്യങ്ങളോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ അടുക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകളടക്കം കാണാൻ കഴിയുന്നുണ്ട്. ഈ കണ്ടെയ്നറുകൾ വന്നിറങ്ങുമ്പോൾ അത് മറ്റൊരു ചരിത്രമാവുകയാണ്. കേരളം ലോകത്തെ സ്വാഗതം ചെയ്യുകയാണ് വിഴിഞ്ഞത്തേക്ക്. ഏത് കപ്പൽ വേണമെങ്കിലും വന്നോളൂ, സ്വീകരിക്കാൻ വിഴിഞ്ഞം തയ്യാർ, കേരളം തയ്യാർ, ഞങ്ങളുടെ തുറമുഖം തയ്യാറെന്ന് ഓരോ മലയാളിക്കും ഏറ്റവും അഭിമാനത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന സമയമാണിത്. ഇതൊരു വലിയ വികസനത്തിന്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാലം, സമയം. അതാണ് ഇന്നത്തെ ഈ നേരം. നാളെ പുലരുമ്പോൾ നമ്മൾ ഈ കപ്പലിന് ഔദ്യോഗികമായ സ്വീകരണം നൽകും. വാട്ടർ സല്യൂട്ട് നൽകി അവനെ നമ്മൾ സ്വീകരിക്കും. കേരളത്തിന്റെ മുറ്റത്തേക്ക് ഇങ്ങ് വിളിച്ചു കയറ്റും. അങ്ങനെ വരട്ടെ, ഇനിയും വരട്ടെ പടുകുറ്റന്മാർ. ആര് വന്നാലും വിഴിഞ്ഞം തയ്യാറാണ്. ടഗുകൾ അതിനെ ദിശ കാട്ടി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇനിയുള്ള നാളുകളിൽ വിഴിഞ്ഞത്ത് ഇതൊരു പതിവ് കാഴ്ചയാകും. ലോക തുറമുഖ പാതകളിൽ കേരളത്തെ എഴുതി ചേർക്കുന്ന സുവർണ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സമയം 8:32, 19 സെക്കൻഡ്. ഈ സമയങ്ങളെല്ലാം സുവർണ ലിപികളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നതിൽ സംശയം വേണ്ട. കാരണം ഒരുപക്ഷെ ഇന്ത്യൻ തീരത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലൊരു ഭീമാകാരനായ കപ്പലെടുക്കുന്നത്. മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള കപ്പലിനടുക്കാൻ പ്രകൃതിദത്തമായ ഇടമില്ല, ആഴമില്ല എന്നതാണ് വസ്തുത. 20 മീറ്ററിലധികം പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞത്ത് എത്ര പടുകൂറ്റൻ കപ്പൽ വന്നാലും, എത്ര ലോഡ് വന്നാലും ഒരു പ്രശ്നമേ ഇല്ല, സ്വീകരിക്കാൻ തയ്യാർ. വിജിൻ, ഇതുപോലൊരു കാഴ്ച വിജിൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്യുക, ആ സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ ഇത് നമുക്കൊരു പതിവ് കാഴ്ചയാകും. വമ്പൻ കപ്പലുകൾ വന്നിറങ്ങിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ വിഴിഞ്ഞവും കേരളവും മാറുന്ന ആ സുവർണ നിമിഷങ്ങളിലേക്കുള്ള തുടക്കമാണിത്. മനു, ഇനി കേരളത്തിന്റെ വികസനത്തെ നയിക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ സാക്ഷാത്കാരത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനടുത്തേക്ക് ക്യാമറ കാഴ്ചകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 മണിയോടുകൂടി, ഏകദേശം 9 മണിയോടുകൂടി തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനടുത്തേക്ക്, ആ തൊട്ടടുത്തേക്ക്, ബർത്തിന് തൊട്ടടുത്തേക്ക് ഈ കപ്പൽ എത്തിച്ചേരും. സാൻ ഫെർണാണ്ടോ എത്തിച്ചേരും. എന്തായാലും അടുക്കി വെച്ച കണ്ടെയ്നറുകളുമായി ഒരു പടുകൂറ്റൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ടഗുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഈ ബർത്തിന് തൊട്ടടുത്തായി കപ്പലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വരുതിയിലാക്കി ടഗുകൾ നിലയുറപ്പിക്കും. എന്തായാലും അഭിമാന നിമിഷത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ എത്തിച്ചേർന്നിരിക്കുന്നു, ചരക്ക് കപ്പൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ബർത്തിന് തൊട്ടടുത്തായി കപ്പൽ എത്തിയിരിക്കുന്നു. നാളെ ഔദ്യോഗികമായ സ്വീകരണം നൽകുമെങ്കിലും ഇന്നത്തോടുകൂടി വികസനത്തിന്റെ മറ്റൊരു അധ്യായം കേരളം എഴുതി ചേർത്തിരിക്കുന്നു എന്ന് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയും. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ആ ചരിത്ര നിമിഷം യാഥാർത്ഥ്യമാകുന്ന ചടങ്ങിലേക്ക് കടക്കും. എന്തായാലും ആവേശം അതിന്റെ ഏറ്റവും പരകോടിയിൽ എത്തിയിരിക്കുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചയായി ഇനി മറ്റൊരു കാഴ്ച ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാണ് കേരളത്തിന്റെ അഭിമാന നിമിഷം. ഇതാണ് വികസന കുതിപ്പിലേക്ക് കേരളത്തിന്റെ പുതിയൊരു പൊൻതൂവലായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ആ ദൃശ്യങ്ങൾ, അത് കാണാനായി നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 9 മണിയോടുകൂടി വിഴിഞ്ഞം
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അല്പസമയത്തിനകം ഈ കപ്പൽ എത്തിച്ചേരും. അതിന്റെ ആവേശത്തിൽ ഇവിടെ എത്തിയ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ നൃത്തച്ചുവടുമായി ആവേശം ഏറ്റെടുക്കുന്ന കാഴ്ചയും കാണാം. എന്തായാലും കേരളം അതിന്റെ വികസനത്തിന്റെ മറ്റൊരു അധ്യായം എഴുതി ചേർത്തിരിക്കുന്നു എന്ന് ഈ നിമിഷം നമുക്ക് ഉറപ്പിച്ച് പറയാം. ആദ്യ ടെഗ് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പടുകൂറ്റൻ കപ്പൽ കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടക്കുന്നു കേരളം എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം വിസിൽ അധികൃതരും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ തൊട്ടടുത്തെത്തുന്ന കപ്പലിനെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും നാളെ ഔദ്യോഗികമായ സ്വീകരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തും. ഈ കണ്ടെയ്നറുകളിൽ 1500ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇറക്കി വെക്കും. അവിടെ നിന്ന് ചെറു കപ്പലുകൾ എത്തിയായിരിക്കും മറ്റ് തുറമുഖങ്ങളിലേക്ക് ഈ കപ്പലിലെത്തിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുക. അതിന്റെ ആവേശത്തിലാണ് ഈ വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ. നേരത്തെ പലതരത്തിലുള്ള സമരങ്ങൾ നടന്നുവെങ്കിലും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ, സംസ്ഥാന സർക്കാർ സമരം ചെയ്യുന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ, ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാരുമായി നടത്തിയ ചർച്ചയിൽ ഈ നാട്ടിലെ പ്രദേശവാസികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടും ഒരു പേമാരിയായി, കൊടുങ്കാറ്റായി, പ്രളയമായി, ഓക്കിയായി എല്ലാം വന്നടിച്ചിട്ടും അതിലൊന്നും തടർന്നു പോകാത്ത ഇച്ഛാശക്തി കാട്ടിയ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി തലയെടുപ്പോടെ സാൻ ഫെർണാണ്ടോ ഇതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കപ്പൽശാലത്ത് നിന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ബർത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിന് അഭിമാനിക്കാം. രണ്ടാമതും കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഏറ്റുവാങ്ങി വിജയിച്ചപ്പോൾ ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ യാഥാർത്ഥ്യമാക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ സാക്ഷാത്കരണമാണ്, ആ ഇച്ഛാശക്തിയുടെ സാക്ഷാത്കരണമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും അഭിമാന നിമിഷം, കേരളത്തിന്റെ അഭിമാന നിമിഷം, ലോക മലയാളികളുടെ അഭിമാന നിമിഷം. കേരളത്തിന്റെ വികസനം ഇനി നയിക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായിരിക്കും. മനു, തീർച്ചയായും ആ കാഴ്ച ഇങ്ങനെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ കണ്ടു നിൽക്കുന്നതാണ് ഓരോ മനുഷ്യരും. വിജിൻ, ഒറ്റ മിനിറ്റിൽ ആ കരയിലെ ആഹ്ലാദ പ്രകടനങ്ങളൊന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നു, ചെണ്ടമേളങ്ങളെല്ലാം കേൾക്കുന്നു, പക്ഷെ അവരെ ഒന്ന് കാണാൻ പറ്റുന്നില്ല എന്ന്. ആ ഒരു ആവേശം ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും കപ്പലിലേക്ക് പോകാം. ചെണ്ടമേളങ്ങളൊക്കെയാണ്, കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? കേൾക്കുന്നില്ല. എനിക്ക് ആ കരയിലെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കിട്ടുമോ? ഈ ബഹളത്തിനിടയിൽ അവിടുത്തെ ആവേശം ഒന്ന് കാണാനാണ്. തീർച്ചയായും നമ്മുടെ നാട്ടുകാരുള്ളത്. ഇന്ത്യൻ പതാക പറത്തി, ഒപ്പം പുഷ്പവൃഷ്ടി നടത്തി, ഒപ്പം തന്നെ ഈ കരിമരുന്ന് പ്രയോഗം ഉൾപ്പെടെ നടത്തി വിദേശ വനിതകൾ ഉൾപ്പെടെ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി അല്പസമയത്തിന് അകം ഈ നമ്മുടെ നേരത്തെ കണ്ട പ്രദേശത്തുള്ള കപ്പലിന്റെ കാഴ്ച മങ്ങും. തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറേണ്ടി വരും. അവിടെ നിന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഒപ്പം ഈ സാൻ ഫെർണാണ്ടോയും പൂർണ്ണമായും ദൃശ്യമാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ കഴിയുക. എന്തായാലും ഈ ആവേശത്തിൽ ഈ ആഴിമലയിലെത്തിയ പ്രദേശവാസികളും നാട്ടുകാരും ഒപ്പം വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവർ നൃത്തച്ചുവടുകളുമായി ആവേശത്തോടെ ഈ സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും സാൻ ഫെർണാണ്ടോ അതിന്റെ കപ്പൽ അതിന്റെ ബർത്തിന് തൊട്ടടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രക്കുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കപ്പൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അല്പസമയത്തിനകം ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ഒപ്പം തന്നെ കപ്പലും കൂടിച്ചേരുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. മനു, ഓക്കെ, താങ്ക് യു ബിജിൻ. അതിലേക്ക് തന്നെ നമുക്ക് പോകണം. ഏതായാലും ഇനി ആ ചരിത്ര കാഴ്ചകളിലേക്ക് മടങ്ങിപ്പോകാം. ഇപ്പോൾ കരയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പതാക വാനിൽ പാറിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ ആവേശത്തോടെ കപ്പലിനെ സ്വീകരിക്കുന്നു, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ. ബിജിൻ, ഇനി കടലിലെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരികെ പോകാം. സാൻ ഫെർണാണ്ടോ ഒഴുകി നീങ്ങുന്ന കാഴ്ച അത് കണ്ടിട്ടും മതി വരുന്നില്ല. കാരണം അത്രമാത്രം പ്രതീക്ഷ നമുക്കത് നൽകുന്നുണ്ട്. അത്രമാത്രം ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അതുപോലൊരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കാഴ്ച, ഇതുപോലൊരു കപ്പൽ നമ്മുടെ നാട്ടിൽ വരുമോ എന്നൊക്കെ നമ്മൾ എത്രയോ കാലമായി ചിന്തിച്ചിരുന്നതാണ്. ഒടുവിലിതാ സാൻ ഫെർണാണ്ടോ നമ്മുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ തീരത്തേക്ക്, നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ആ കപ്പലിനെ ടഗുകൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കരയിൽ നിന്നുള്ള ആഘോഷ കാഴ്ചകളും കാണുന്നു. ഇതാ നമ്മൾ വീണ്ടും കടലിലേക്ക് തന്നെ നമുക്ക് പോകാം. സാൻ ഫെർണാണ്ടോ അതിൻ്റെ മറുഭാഗത്തേക്ക്, വിഴിഞ്ഞത്തിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.
ഇനി ആ കുന്നു കയറി അതങ്ങ് മറഞ്ഞു പോകും. അതിനപ്പുറമാണ് വിഴിഞ്ഞം തുറമുഖം. അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ആ പാറക്കെട്ടിന് മുകളിൽ കയറി ആ കപ്പൽ കാണുന്ന ആ നാട്ടിലെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു അസാധ്യമായ കാഴ്ചയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതാണ് ചിന്തകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ടുവരുന്ന ഒരു കാലം. കഴിഞ്ഞ 8 വർഷം നമ്മൾ കണ്ടതാണ്. നടക്കുമോ എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത പദ്ധതികൾ യാഥാർത്ഥ്യമായ കാലം. ഇതാ വിഴിഞ്ഞം തുറമുഖവും നടന്നിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ മുടക്കാൻ നടന്നവർ, കുത്തിത്തിരിപ്പുമായി നടന്നവരൊക്കെ തുറന്ന് കണ്ടോളൂ. ഇതാ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന പടുകൂറ്റൻ കപ്പൽ നിങ്ങൾ ഉയർത്തിയ പ്രതിബന്ധങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തേക്ക് എത്തുന്ന മനോഹരമായ കാഴ്ച വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്ത് നിന്നാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കപ്പൽ അല്പസമയത്തിനകം പതിയെ പതിയെ തുറമുഖത്തേക്ക് വരും. ഇതാണ് ചരിത്ര നിമിഷമാണ്. ചരിത്ര നിമിഷം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറമുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. നമ്മൾ കണ്ട് കൊതിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാലം.